السلام عليكم ورحمة الله وبركاته. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മൻ തവല്ലഅ, ഒരാൾ വുളൂ ചെയ്തു, ഫഅഹ്സനൽ വുളൂ, അവൻ വുളൂ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെ വുളൂ ചെയ്തു. എന്നിട്ട് വഖറജ മിൻ ബൈതിഹി, അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. സുമ്മ അത്തൽ മസ്ജിദ, പിന്നെ അവൻ പള്ളിയിലേക്ക് വന്നു. എന്നാൽ ഫഹുവ സാഇറുല്ലാഹ്, എന്നാൽ അവൻ അള്ളാഹുവിനെ സന്ദർശിക്കുന്നവനാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഒരാൾ വീട്ടിൽ നിന്ന് വുളൂ എടുക്കുകയും വുളൂ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വുളൂ എടുക്കുകയും പിന്നെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരികയും പള്ളിയിൽ വന്നിരിക്കുകയും ചെയ്താൽ അവൻ അള്ളാഹുവിനെ സന്ദർശിക്കുന്നവനാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുകയാണ്, വഹഖുൻ അലൽ മസൂരി, സന്ദർശിക്കപ്പെടുന്നവന്റെ ബാധ്യതയാണ് അൻ യുക്രിമ സായിറ, സന്ദർശിക്കുന്നവനെ ബഹുമാനിക്കൽ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മേൽ ഒരു ഹക്കുണ്ട്, സന്ദർശിക്കാൻ വന്ന ആളെ ബഹുമാനിക്കുക എന്ന്. അള്ളാഹുവിനെ സന്ദർശിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വരുന്നവർ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സന്ദർശിക്കാൻ വരുന്നവരെ മര്യാദയോടുകൂടി ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ അതിപ്രധാനമായ ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ പോകുന്നു, നമ്മൾ അയാളെ കാണാൻ വരുന്നുണ്ടെന്ന് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കുന്നു. അപ്പോൾ അയാൾ നമ്മെ സ്വീകരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും എല്ലാ രീതികളും അവർ ചെയ്തു വെക്കുന്നു. ഇവിടെ നമ്മൾ കാണാൻ വരുന്നത് പടച്ച തമ്പുരാനെയാണ്. അള്ളാഹു ആണ് നമ്മെ ബഹുമാനിക്കാൻ, നമ്മെ ഇക്റാം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, ഈ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥലം അവന്റെ പള്ളിയാണ്. വഅബ്ഗളുഹാ അൽ അസ്വാഖ്, ഏറ്റവും അള്ളാഹ്ക്ക് ദേഷ്യമുള്ള സ്ഥലം അങ്ങാടിയാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് എന്നർത്ഥം. അള്ളാഹുവിൻ്റെ പള്ളിക്ക് ഖുർആൻ പറഞ്ഞ പേര് മസ്ജിദ് എന്നാണ്. അങ്ങനെയാണ് പരമാവധി നമ്മൾ പറയാൻ ശ്രമിക്കേണ്ടത്. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പള്ളി എന്നാണ്. എങ്ങനെയാണ് മസ്ജിദിന് പള്ളി എന്ന് പേര് വന്നത് എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ഷാലിയാത്തി നിരീക്ഷിക്കുന്നുണ്ട്. മഹാനവറുകൾ പറയാണ്, കേരളത്തിൽ മസ്ജിദിന് പള്ളി എന്ന് പറയാനുള്ള കാര്യം, മറ്റു സമൂഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മസ്ജിദിനെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു. മുസ്ലിമീങ്ങൾ ഏതായാലും ബഹുമാനിക്കണം, മറ്റുള്ള വിഭാഗങ്ങളൊക്കെ ഇതിനെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു. അവർ അതിനെ പേര് പറയുന്നിടത്ത് പോലും ഇത് അള്ളാഹുവിൻ്റെ വീടാണ് എന്നതുകൊണ്ട് വല്ലാതെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ടേ അതിനെ പറയാറുള്ളായിരുന്നു. അതുകൊണ്ട് മലയാള ഭാഷയിൽ അവർ ആദരവിൻ്റെ ഭാഗമായിട്ടാണ് പള്ളി എന്ന് പ്രയോഗിക്കാൻ തുടങ്ങിയത് എന്നാണ്. മലയാളത്തിൽ പള്ളി എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് പലയിടത്തും ആദരവ് പ്രകടിപ്പിക്കുന്നത്. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജാവ് കിടന്നുറങ്ങുന്ന റൂമിന് സാധാരണ അറ എന്നല്ല പറയാറുള്ളത്, പള്ളി അറ എന്നാണ്. രാജാവ് കിടക്കുന്ന റൂമായതുകൊണ്ട് മലയാളത്തിൽ അതിന് പള്ളി അറ എന്നാണ് പറയുക.
രാജാവ് ഉറങ്ങുന്ന ഉറക്കത്തിന് മലയാളത്തിൽ പള്ളി ഉറക്കം എന്നാണ് പറയുക. രാജാവ് കിടക്കുന്ന കട്ടിലിന് പള്ളിക്കട്ടിൽ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പള്ളി കൂട്ടിയിട്ടാണ് ബഹുമാനപൂർവം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് മറ്റു സമൂഹങ്ങളൊക്കെ മസ്ജിദിനെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ പറച്ചിലിൽ തന്നെ ഈ ആരാധനാലയത്തോട് ബഹുമാനമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ പള്ളി എന്ന് പ്രയോഗിക്കാൻ തുടങ്ങിയത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറ്റു സമൂഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ മസ്ജിദിനെ പേര് പറയുന്നിടത്ത് പോലും വല്ലാത്ത തരത്തിൽ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്നാണ്. പിന്നീട് അതിൻ്റെ രൂപഭാവ ഭേദങ്ങൾ മറ്റു സമൂഹങ്ങൾക്കില്ലാതെയായി പോവാനുള്ള കാര്യം നമുക്ക് പള്ളിയെ കുറിച്ച് വേണ്ട രീതിയിൽ ബോധമില്ലാതെ ആയിപ്പോയപ്പോഴാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നു, നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നിങ്ങൾ ഇരുന്നാൽ, ആ ഇരിക്കുന്ന സമയത്ത് ഇനി ഇഖാമത്ത് കൊടുക്കാൻ പോവാൻ അടുത്ത സമയം നിസ്കാരം തുടങ്ങും, അവൻ പള്ളിയിൽ അതിനെ പ്രതീക്ഷിച്ചിരിക്കുക. ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അള്ളാന്റെ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്, അല്ലാഹുമ്മ റഹംഹു, ഈ സഹോദരനെ നീ റഹ്മത്ത് ചെയ്യണേ പടച്ചോനെ. അല്ലാഹുമ്മ തുബ് അലൈ, ഇയാൾക്ക് നീ തൗബ കൊടുക്കണേ പടച്ചോനെ എന്ന് മലക്കുകൾ നിസ്കാരം കാത്തിരിക്കുന്ന, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന വിശ്വാസിക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവന്റെ റഹ്മത്തിനെ വിതരണം ചെയ്യപ്പെടുന്ന സ്ഥലമാണ് അല്ലാഹുവിന്റെ പള്ളി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ പള്ളിയിലേക്ക് കടന്നാൽ നിങ്ങൾ പറയേണ്ടത് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. നമുക്ക് യാതൊരുവിധ അധ്വാനവും ഇല്ലാതെ നേടാൻ സാധിക്കുന്ന കാര്യമാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക, പടച്ചോനെ നിന്റെ റഹ്മത്തിന്റെ വാതിൽ എനിക്ക് നീ തുറന്നു തരയണമേ എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് കടക്കൽ. പള്ളിയുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ഫലങ്ങൾ, പ്രതിഫലങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് കയറിയാൽ ഇഅ്തികാഫിനെ കരുതണം. ഇഅ്തികാഫിനെ കരുതണം. ഇഅ്തികാഫ് ഏറെ പുണ്യകരമായ ഒരു കർമ്മമാണ്. ഒരു നിയ്യത്തോടു കൂടി അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരിക്കുകയോ നിൽക്കുകയോ കിടക്കുകയോ ചെയ്യുന്നതാണ് ഇഅ്തികാഫ്. അല്ലാഹുവിന്റെ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫ് ചെയ്തിരിക്കുന്നു എന്നാണ് അവൻ നിയ്യത്ത് ചെയ്യേണ്ടത്. നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. പള്ളിയിലേക്ക് കടന്ന പാട് അവന്റെ മനസ്സിൽ ആ നിയ്യത്തുണ്ടായാൽ അവന് കിട്ടാൻ പോകുന്ന പ്രതിഫലം, മൻ ഇഅ്തകഫ ഫിൽ മസ്ജിദ്, ഒരാൾ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നാൽ ബഅദല്ലാഹു ബൈനഹു വ ബൈനൻ നാർ സലാസ ഖനാദിക്, അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു 3 കിടങ്ങുകൾ വിദൂരമാക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ചെയ്യേണ്ടത് പള്ളിയിലേക്ക് കടന്നാൽ ഞാൻ ഇഅ്തികാഫിനെ കരുതി എന്നൊരു നിയ്യത്തുണ്ടാവുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. കാരണം ഇത് അള്ളാന്റെ വീടായതുകൊണ്ട് അള്ളാഹു ഇവിടെ നിന്ന് വാരിക്കോരി തന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് കൊടുക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുൽ മസ്ജിദ്, നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ കയറിയാൽ ഫലാ തജ്ലിസ്, നിങ്ങൾ ഇരിക്കരുത്, ഹത്താ യർകഅ റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിച്ചാലല്ലാതെ. 2 റകഅത്ത്, അതിന്റെ പേര് തഹിയ്യത്ത് എന്നാണ്. നമുക്കൊക്കെ അറിയാം, തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമ്മാനം എന്നാണ്. ഒരു വിരുന്നുകാരൻ, ഒരു സന്ദർശകൻ താൻ സന്ദർശിക്കുന്ന ആളെ കാണാൻ പോകുമ്പോൾ ഒരു സമ്മാനം കയ്യിൽ കരുതുന്നത് സ്വാഭാവികമാണ്. ഇവിടെ അള്ളാന്റെ പള്ളിയിലേക്ക് കയറി വന്ന ഒരാൾ നൽകപ്പെടുന്ന ഏറ്റവും സുന്ദരദായകമായ സമ്മാനമാണ് തഹിയ്യത്ത്, 2 റകഅത്ത്. അതിന് വലിയ കൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, ഒരാൾ അത് ചെയ്യാൻ കഴിഞ്ഞില്ല, അയാൾ ഇരുന്നു പോയി. ഇരിക്കുന്നതിന്റെ മുമ്പ് വണ്ടിയിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ടതാണ് തഹിയ്യത്ത് നിസ്കാരം. ഇനി അയാൾക്ക് അത് ചെയ്യാൻ കഴിയാതെ പോയാൽ
അതിന് പകരമായി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം കിട്ടും എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചെറിയ സമയം കൊണ്ട് വലിയ കൂലി അള്ളാഹിനെ സന്ദർശിക്കാൻ വന്ന അവന്റെ പള്ളിയിലേക്ക് വന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നതാണ്. അവൻ തിരിച്ചു പോകുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇടതുകാൽ വെച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയും അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലി, അല്ലാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ അതിന്റെ ഒക്കെ ഒരു പശ്ചാത്തലം നമ്മൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹ് പറഞ്ഞു, നമ്മൾ പള്ളിയിൽ വന്നു, നമ്മൾ നിസ്കരിച്ചു, അത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തു പോവാണ്. ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് പോണ പോക്കിൽ അള്ളാഹിനോട് പറയാണ്, നിന്റെ ഫദ്ല് ലോകത്ത് ഒരുപാടുണ്ട്, അത് നീ എനിക്ക് തരണം. തന്റെ കച്ചവടം അള്ളാന്റെ ഫദ്ലാണ്, തന്റെ ബിസിനസ് അള്ളാന്റെ ഫദ്ലാണ്, തന്റെ ജോലി അള്ളാന്റെ ഫദ്ലാണ്, അത് നീ എനിക്ക് നൽകണം എന്ന് പടച്ചവനോട് പറയുമ്പോൾ സ്രഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ സാഹിറിനെ ഒരിക്കലും തട്ടിമാറ്റുകയില്ല. പക്ഷെ ചെറുതെന്ന് തോന്നുന്ന ഇത്തരം വലിയ കാര്യങ്ങളോട് നമ്മൾ അശ്രദ്ധമാകുന്നു എന്നുള്ളതാണ് സ്വാഭാവികത. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പള്ളിയുമായി ബന്ധപ്പെട്ട് അതിലെ ആദരിക്കലും ബഹുമാനിക്കലും അനുസരിക്കലുമൊക്കെ അള്ളാഹുവിന്റെ ഭവനം എന്ന രീതിയിൽ സത്യവിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടുന്ന മർമ്മപ്രധാനമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു വെക്കുന്നത്, ഇന്നമായ അമുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിനെയും അന്ത്യനാളിലെയും വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹിന്റെ പള്ളിയെ അവൻ പരിപാലനം ചെയ്യും എന്ന രണ്ട് തരത്തിലുള്ള പരിപാലനമാണ് പള്ളിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന്, ആത്മീയത കൊണ്ട്, ആരാധന കൊണ്ട് അതിനെ ഇമാറത്ത് ചെയ്യണം. മറ്റൊന്ന്, അതിന്റെ ഭൗതികമായ കാര്യങ്ങളിലും നമ്മൾ ഇമാറത്ത് ചെയ്യണം. വലിയ ഈ പള്ളി നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇതിനെ തറാവീഹ് നിസ്കരിക്കാൻ, അനുബന്ധ കർമ്മങ്ങൾ ചെയ്യാൻ ആളില്ലാതെ വന്നാൽ ഈ പള്ളിക്ക് സംസാരശേഷി അള്ളാഹു നൽകുകയും നമുക്ക് പ്രതികൂലമായി അത് സംസാരിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പള്ളിയെ രണ്ട് തരത്തിലും ഇമാറത്ത് ചെയ്യുന്ന വിഭാഗങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ സദുദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് പല ആളുകളും സഹായിച്ചുകൊണ്ടിരിക്കുന്നു, സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു സഹോദരൻ തന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ ബദരീങ്ങളുടെ ആണ്ടിലേക്ക് സംഭാവന ചെയ്യുകയും പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സഹോദരന്റെ കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായ ശക്തിയിൽ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത സകല ആളുകളുടെയും രോഗങ്ങൾ അല്ലാഹു സലാമത്താക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അവന്റെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.